എല്ലാവർക്കും നമസ്കാരം. ഞാൻ ധന്യ സേഫ് ടു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് NC തോമസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ വാഴകൃഷിയിൽ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ ഇനിയുമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വേനൽക്കാല വാഴ പരിചരണമാണെങ്കിലും അതോടൊപ്പം തന്നെ വാഴയിൽ ഏറ്റവും കൂടുതൽ വരുന്ന നമ്മളുടെ നിമാവര മുതലായ മറ്റ് മണ്ണിലൂടെ വരുന്ന പല രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ സഹായകമാകുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളുടെ ഈ വാഴകൃഷിയിൽ കർഷകർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ? അതായത് നമ്മള് കാലാകാലങ്ങളായി നമ്മൾ രാസവള കൃഷിയാണ് വാഴയിൽ നമ്മൾ അവലംബിച്ചു പോകുന്നത്. പക്ഷേ ടോപ്കോ കമ്പനി വാഴയ്ക്ക് നമ്മളെ ജൈവ പ്രോഡക്റ്റുകൾ നമ്മൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വാഴ നട്ട് ഉടനെയും അതുപോലെ തന്നെ ഒരു മാസത്തിനകവും ആ ചെടിയുടെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന റൂട്ട് ഗാർഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഈ റൂട്ട് ഗാർഡ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൾട്ടി സ്ട്രെയിൻ വാമാണ്. അതായത് വെസിക്കുലർ, ആർബിക്കുലർ, മൈക്കോറൈസ. ഈ വാം എന്ന് പറയുന്നത് നമ്മളെ ഏത് ചെടിയുടെ വേരിലും അത് പെനിട്രേറ്റ് ചെയ്ത് വളരും. അത് വളർന്നിട്ട് 1 മീറ്റർ 1.5 മീറ്റർ ചുറ്റളവിലേക്ക് അത് പോയിട്ട് നമ്മുടെ മണ്ണിൽ ലഭ്യമല്ലാതെ കിടക്കുന്ന ഏറ്റവും കൂടുതൽ ചെടിക്ക് വലിച്ചു കൊടുക്കുന്ന ഫോസ്ഫറസിനെയാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂട്രിയൻസ്, മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം ഈ വാഴയുടെ വേരിലേക്ക് വലിച്ചു കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാസവളത്തിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് ചെടിക്ക് വേണ്ടുന്ന ഈ ന്യൂട്രിയൻസ് ലഭിക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് റേറ്റ് കൂടുന്നുണ്ട്. അതായത് വയനാട്ടിലൊക്കെ കൃഷിക്ക് 1 മാസം മുൻപ് കൊല വെട്ടാനായിട്ട് ഈ ടോപ്കോയുടെ ഈ ആപ്ലിക്കേഷൻ കൊണ്ട് കൃഷിക്കാർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാം മാത്രമല്ല നമ്മൾ അതിൻ്റെ കൂടെ റെക്കമെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യം ചെടി നടുമ്പോൾ അന്നേരം നമ്മൾ ഫംഗിസൈഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ മൾട്ടി സ്ട്രെയിൻ വാം ചവിട്ടി കൊടുക്കും. അതായത് വാം ഒരു ഫംഗസ് ആയതുകൊണ്ട് നമ്മൾ വാഴയ്ക്ക് നമ്മൾ ചുവട്ടിൽ ഫംഗിസൈഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം 30 ദിവസത്തിനുള്ളിലാണ് നമ്മളത് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ടോപ്കോയുടെ ഹ്യൂമിക് പ്ലസ് പ്രീമിയം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഹ്യൂമിക് ഉണ്ട്, ഫൾവിക് ഉണ്ട്, സീവീഡ് ഉണ്ട്, ഫൈറ്റോ ഹോർമോൺസ്. അതായത് ചെടിയുടെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഓക്സിൻ. അതായത് ഏറ്റവും കൂടുതൽ ഏത് ചെടിക്കും വേര് പൊട്ടിക്കുന്ന ഹോർമോണാണ് ഓക്സിൻ. ആ ഓക്സിനും അതോടൊപ്പം തന്നെ ചെടിയുടെ ഗ്രോത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതാണ് ജിബ്ലറിക് ആസിഡ്, സൈറ്റോകനിൻ. അങ്ങനെ ചെടിക്ക് ഒരു ടോണിക് ഇഫക്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ ടോപ്കോയുടെ ഈ 2 പ്രോഡക്റ്റും കോംബോ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫംഗിസൈഡ് ഒഴിച്ച് രാസവളങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് തന്നെയല്ല, ഈ ഹ്യൂമിക്ക് ചെല്ലുമ്പോൾ എന്നാ വെച്ചാൽ നമ്മുടെ മണ്ണിൽ ഓർഗാനിക് കാർബൺ കൂടുന്നു. അതുപോലെ തന്നെ ആ ഓർഗാനിക് കാർബൺ കൂടുമ്പോൾ മണ്ണിലുള്ള മൈക്രോബ്സ് വളരുന്നു, വേരുവളരം കൂടുതൽ ശക്തമായി വളരുന്നു. അങ്ങനെ നമുക്ക് ഓവറോൾ ആ ചെടിക്ക് നല്ലൊരു കരുത്തോടെ വളരാനുള്ള ഒരു ബേസ് ഈ ടോപ്കോയുടെ റൂട്ട് ഗാർഡും ടോപ്കോയുടെ ഹ്യൂമിക് പ്ലസ് പ്രീമിയവും കൂടെ കോംബോ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. അത് കൃഷിക്കാർ ധാരാളമായിട്ട് ഉപയോഗിച്ചും വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയ ചെലവ് കൂടുതലുള്ള പരിപാടിയാണോ? എങ്ങനെയാണ് ഇതിന്? അല്ലല്ല, ഇത് നമുക്ക് ചെലവ് കുറയ്ക്കുന്ന സിസ്റ്റമാണ്. അതായത് നമ്മൾ ഈ വാം കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു വാമിന് എന്റെ വില എന്ന് പറയുന്നത് 200-225 രൂപ വില വരുന്നുള്ളൂ. അത് നമുക്കൊരു 200 ലിറ്ററിനകത്ത് നമുക്ക് ഒരു 2 കിലോ. അപ്പൊ വളരെ കുറവാണ്. അതെ. അപ്പൊ നമുക്ക് ഒരു ചെടിക്ക് 1 ലിറ്റർ അല്ലെ 2 ലിറ്റർ കൂടുതലായിട്ട് ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഹ്യൂമിക് ആണെങ്കിലും നമുക്കൊരു 400 ml ഈ ഹ്യൂമിക് പ്ലസ് പ്രീമിയം 400 ml ചേർത്ത് കൊടുക്കുമ്പോൾ അത് ആ വാമിനെ വളരാനായിട്ട് ഇതിനകത്തുള്ള ഹ്യൂമിക് സഹായിക്കുന്നു. മണ്ണിലുള്ള സൂക്ഷ്മാണുക്കൾ വളരാൻ സഹായിക്കുന്നു. സാധാരണ നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയുക. പക്ഷെ നമ്മൾ ഈ ഹ്യൂമിക് കൊടുക്കുമ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മാണുക്കളുടെ എണ്ണം പെരുകുക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സമീപനമാണ് പുതിയതായിട്ട് കൃഷിക്കാർ സ്വീകരിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതായത് ചെലവ് കുറഞ്ഞ് നമ്മളുടെ മണ്ണിൽ പഴയ പരമ്പരാഗത രീതിയിലേക്ക് നമ്മുടെ മണ്ണിനെ മാറ്റുക എന്നുള്ളതാണ്. മണ്ണിൽ തന്നെയുള്ള സൂക്ഷ്മ ജീവികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് നമ്മളുടെ വിളവ് നല്ല രീതിയിൽ വർദ്ധിപ്പിക്കുക. അതെ. വാഴക്കെന്ന് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കീടനാശിനിയിലും അതുപോലെ തന്നെ ഫംഗിസൈഡിലും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ റൂട്ട് ഗാർഡ് എന്ന് പറയുന്നത് വാമാണ്. അതായത് വെസിക്കുലർ, ആർബിക്കുലർ, മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. ഈ ഫംഗസ് നമ്മൾ ഫംഗിസൈഡ് കൊടുത്തിരിക്കുന്ന കൃഷി സ്ഥലത്ത് നേരെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഫംഗസും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ ഫംഗിസൈഡ് മുക്കിയാണ് വിത്തുകൾ നടുന്നെങ്കിൽ നമ്മൾ വീണ്ടും 1 മാസം കഴിഞ്ഞ് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പൊ കർഷകർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളപ്പോ സാധാരണ കന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ പെസ്റ്റിസൈഡിൽ മാത്രം നമ്മൾ മുക്കുക. അതല്ല എങ്കിൽ ഫംഗിസൈഡും പെസ്റ്റിസൈഡും കൂടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ 1 മാസത്തിന് ശേഷം മാത്രം നമ്മളുടെ ഈ റൂട്ട് ഗാർഡ് ഉപയോഗിക്കുക. ഇതൊരു
അതായത് നമ്മുടെ വനത്തിലെ മണ്ണിൽ നമ്മൾ വളമൊന്നും ചെയ്തിട്ടല്ല വളരുന്നത്. അപ്പൊ ഇതെല്ലാം സ്വാഭാവികമായി നമ്മുടെ വനത്തിലെ മണ്ണിൽ ഉള്ളത് കൊണ്ടാണ് ആ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ എല്ലാം വളർന്ന് അവിടെ സ്വാഭാവികമായ ആ ഗ്രോത്ത് അവിടെയുള്ള വൃക്ഷലതാദികൾക്കെല്ലാം കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഈ ഹ്യൂമിക്കിന്റെ ഒരു പ്രത്യേകത, ഇത് വെറും ഹ്യൂമിക്ക് മാത്രമല്ല. ഹ്യൂമിക് എന്ന് പറയുന്നത് നമ്മൾ കൽക്കരിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്ന ഒരു വസ്തുവാണ്. അപ്പം ഇതിനകത്ത് ഏത് മണ്ണിലും നമ്മൾ pH കറക്റ്റ് ആയ അമ്ലക്ഷാര അനുപാതം കറക്റ്റ് ആയിരിക്കേണ്ടതുപോലെ തന്നെ നമ്മുടെ മണ്ണിലെ ഓർഗാനിക് കാർബണിന്റെ അളവും കറക്റ്റ് ആയിരിക്കണം. ഉദാഹരണം, വനത്തിലെ മണ്ണിൽ വെർജിൻ സോയിലില് ഓർഗാനിക് കാർബൺ 10ന് മുകളില്ല. അതേസമയം നമ്മൾ കാലാകാലങ്ങളായി രാസവളങ്ങളും രാസകീടനാശിനികളും ഒക്കെ ഉപയോഗിച്ചും അതുപോലെ തന്നെ മണ്ണൊലിപ്പ് മൂലവും നമ്മുടെ മണ്ണിലെ ഓർഗാനിക് കാർബൺ നമുക്ക് 2% ഒക്കെ ആയിരിക്കും. അപ്പം നമ്മുടെ മണ്ണില് ഓർഗാനിക് കാർബൺ കൂട്ടാനായിട്ട് നമ്മൾ ഈ ഹ്യൂമിക് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് വളരെയധികം സഹായിക്കും. അപ്പം നമ്മൾ ഹ്യൂമിക് കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രാസവളങ്ങൾ കൊടുക്കുന്നത് മുഴുവൻ അതിൻ്റെ അതായത് ഫുഡ് അബ്സോർപ്ഷൻ റേറ്റ് ഹൈ ആയിരിക്കും. രാസവളങ്ങൾ കൊടുത്താലും അത് മുഴുവൻ ചെടിക്ക് കിട്ടും. അതുപോലെ തന്നെ വേരുപടലം കൂടുതൽ ജനറേറ്റ് ചെയ്യാനും ഈ ഓർഗാനിക് കാർബൺ അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് ഉണക്കിനെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ ഓർഗാനിക് കാർബൺ സഹായിക്കും. അതുപോലെ തന്നെ ഈ ഹ്യൂമിക് പ്ലസ് പ്രീമിയത്തിലുള്ള സീബീഡ്, ഉദാഹരണത്തിന് സീബീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കടൽ പായല. അപ്പൊ ആ കടൽ പായലിന്റെ ഒരു പ്രത്യേകത എന്നതാ, കടലിലെ എല്ലാ ന്യൂട്രിയൻസും ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന് വേണ്ടിയതും ഏത് മത്സ്യത്തിന് വേണ്ടിയതും വൃക്ഷലതാദിക്ക് വേണ്ടിയതും എല്ലാ ന്യൂട്രിയൻസും ആ കടലിലെ പായലിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് നല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കടൽ പായലും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ കോംബോ നമ്മൾ വാഴയുടെ ചുവട്ടിൽ ഉപയോഗിക്കുമ്പോൾ മൾട്ടിപ്പിൾ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വാഴ നട്ട് മുൻപ് പറഞ്ഞതുപോലെ ഫംഗിസൈഡ് കൊടുക്കുന്നില്ലെങ്കിൽ വാഴ നട്ട് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് 200 ലിറ്ററിന് റൂട്ട് ഗാർഡ് നമുക്ക് 2 കിലോ, ഇതൊരു മാക്സിമം ഒരു 500 ml, 400 മുതൽ 500 ml ഇത് രണ്ടും കൂടെ കലക്കി നമ്മൾ ഇതുപോലുള്ള വാഴയ്ക്ക് നമ്മൾ ചുവട്ടിലെ ഇതിന്റെ ചുറ്റുവട്ടത്ത് നമ്മളൊരു ഓരോ വാഴയ്ക്ക് ഒരു 2 ലിറ്റർ അല്ലെ 1 ലിറ്റർ അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ 2 മാസത്തിനുള്ളിൽ വീണ്ടും നമ്മൾ ഇതൊന്നുകൂടെ അപ്ലൈ ചെയ്യുക. സെയിം തന്നെ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് വെൽവർത്ത് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് രണ്ടിന്റെ കൂടെ ഒരു പ്രോഡക്റ്റും കൂടി ആഡ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അതായത് 2 മാസത്തിന് ശേഷം നമ്മൾ ഈ വെൽ ബൂസ്റ്റർ ഒരു 250 ml, അതുപോലെ തന്നെ ഹ്യൂമിക് പ്ലസ് ഒരു 250 ml, 500 ml. ഇതിന്റെ കൂടെ വാമ നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു 200 ലിറ്ററിന് 2 കിലോ. അപ്പൊ ഈ പ്രാവശ്യം നമ്മൾ 1 കിലോ കൊടുത്താൽ മതി. കാരണം ആദ്യം കൊടുത്തതിനകത്ത് എന്തെങ്കിലും നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള ഒരു പർപ്പസിലാണ് നമ്മൾ രണ്ടാമത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് മൂന്നും കൂടെ നമ്മൾ 2 മാസത്തിനുള്ളിൽ വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തിന് മുമ്പ് തന്നെ ഈ കൊല വെട്ടാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിന് വിലയും തുച്ഛമാണ്, അതോടൊപ്പം തന്നെ കൊല നേരത്തെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ വളം കൊടുക്കുന്നതിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുന്ന അതേപോലെ തന്നെയാണോ വളം കൊടുക്കേണ്ടത്? വളം നമുക്ക് കുറയ്ക്കാൻ പറ്റും. വളം നമ്മളിപ്പം 250 ഗ്രാം കൊടുക്കുന്നതിന് 150 ഗ്രാം കൊടുത്താൽ മതി. അപ്പൊ എന്നാന്ന് വെച്ചാൽ ആ 150 ഗ്രാമും ചെടിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ മണ്ണിലേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ മണ്ണിലുള്ള ന്യൂട്രിയന്റ് അവൈലബിലിറ്റി, അതായത് അബ്സോർപ്ഷൻ റേറ്റ് ഹൈ ആവും. അപ്പൊ ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന ഇത് മുഴുവൻ ചെടിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഒരു വലിയ പ്രത്യേകത. അങ്ങനെയാണ് അവിടെ ചെലവ് കുറയുന്നത്. സാധാരണഗതിയിൽ നമ്മളിപ്പോ മണ്ണിൽ നിന്ന് ചെടിക്ക് വളം വലിച്ചെടുക്കാൻ കഴിയുന്നത് മാക്സിമം ഒരു 20 മുതൽ 30% വരെ സാധിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അഡീഷണൽ ആയിട്ട് മാക്സിമം വലിച്ചെടുക്കാൻ പറ്റുന്നതിലൂടെ നമ്മൾക്ക് വളം നല്ല രീതിയിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി. അതെ, അതായത് 2 തരത്തിലാണ്. ഒന്ന്, നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് ഉൽപാദനക്ഷമത കൂടുന്നു. അതായത് നമ്മൾ ഇത് വളം മാത്രമല്ല മണ്ണിന്റെ ഘടന തന്നെ മാറ്റുക. ആ മണ്ണിന്റെ ഘടന മാറുമ്പം തന്നെ നമ്മളെ ഈ ചെടിയുടെ വേരുകൾ ധാരാളമായിട്ടുണ്ടാകുന്നു. അപ്പൊ കൂടുതൽ വേരുണ്ടാകുമ്പോൾ കൂടുതൽ ഫുഡ് ചെടിക്ക് കിട്ടുന്നു. ഇപ്പൊ എല്ലാ കർഷകരും, വാഴ കർഷകരാണെങ്കിൽ നമുക്കറിയാം തുടർച്ചയായ വർഷങ്ങളിൽ തുടർച്ചയായ സ്ഥലത്ത് തന്നെയാണ് കൃഷി. അപ്പൊ നമ്മളുടെ മണ്ണ് ഓരോ കൊല്ലം ചെല്ലുന്തോറും നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതൊന്നുമില്ലാതെ നമ്മുടെ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിളവും, അതോടൊപ്പം തന്നെ നമുക്കറിയാം മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഓരോ മാസം മുൻപേ നമുക്ക് വിളവെടുത്ത് പോന്നാൽ മാത്രമേ നമ്മൾക്ക് ധൈര്യമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പാടത്തൊക്കെ കൃഷി ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചിടത്തോളം ജൂൺ മാസത്തിലാണ് വിളവ് വരുന്നത്. അപ്പൊ ആ മഴ നമ്മളെ കാലവർഷം ചതിച്ചാൽ കർഷകർ വെള്ളത്തിലാണ്. അപ്പൊ അതല്ലാതെ നമ്മൾക്ക് നേരത്തെ വിളവെടുക്കാൻ ഈ പറഞ്ഞ ഈ വളങ്ങളെല്ലാതും സഹായിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇത് ചെയ്ത് റിസൾട്ടുള്ള ഒട്ടനവധി കർഷകർ നമ്മളുടെ ചുറ്റുമുണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഈ ഒരു കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇത്ര നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.